ഞാൻ ആലപ്പുഴയിൽ നിന്ന് ഇങ്ങനെ കുറെ ഫിഷൊക്കെ കഴിച്ച് ഇവിടെ വന്നിട്ട് എനിക്ക് അത്ര നല്ല ഫ്രഷ് ഫിഷ് ഒന്നും കഴിക്കാൻ പറ്റില്ല എന്നൊക്കെ ഞാൻ ഇവിടെ ഉള്ളവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വന്ന് എനിക്കിത് കഴിക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേന് എൻ്റെ കൂടെ വന്ന ആദിത്യക്ക് എന്ത് വേണം എന്നറിയാമോ? പുട്ടും ബീഫുമേ അവന് ഇറങ്ങും. വിക്ടറി വിന്നിങ് അങ്ങനത്തെ സംതിങ് മീനിങ് ആണ് നമ്മുടെ വോയിട്ടേക്കുള്ള. അവർ പറഞ്ഞ പോലെ തന്നെ ഡിസൈനിങ്ങിന്റെ കാര്യത്തിൽ അവർ വിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ആർക്കും ഇടാൻ പറ്റാത്ത ടൈപ്പ് പേര് ഞാൻ എടുത്തു. ഞാൻ അച്ചൂസ് ഷുട്ടുമണിന്ന് ഇടും. പക്ഷെ എനിക്ക് മനസ്സിലാവാത്ത കാര്യം ഇതിനകത്തൊന്നും എങ്ങനെയാണ് നമുക്ക് സാലറീസ് ബേൺ ചെയ്യാൻ പറ്റുന്നതാണ്. എൻ്റെ ചാർജ് ലോ ആവുന്നുണ്ട്. എനിക്ക് ഫുഡ് കഴിക്കാൻ പോകണം. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ കാരണം എന്താണെന്നറിയാമോ? നമ്മൾ കട്ടിലെ നിന്നിച്ച് വെള്ളത്തിലോട്ടൊക്കെ ചാടുന്നത് നരം പാട്ട് പാടിക്കൊണ്ടാണ് ഞാൻ അടുക്കളയിലോട്ട് പോകുന്നത് എന്നുള്ള വിചാരം എഴുതട്ടെ. എന്താ മോനെ പരിപാടി? ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ brand new episode of Javida's Originals Presents Let's Travel. സോ നമ്മൾ ഇന്നത്തെ ഡെസ്റ്റിനേഷൻ പ്ലാൻ ചെയ്തേക്കുന്നത് ചെറായിലേക്കാണ്. ചെറായിലേക്ക് പോകുന്ന വഴി നമ്മൾ ഇങ്ങനെ വണ്ടി ഓടിച്ച് ഇങ്ങനെ വരുമായിരുന്നു. നല്ല ക്ലൈമറ്റ് ആയിരുന്നു. അവിടെ നിന്ന് ഇറങ്ങിയ സമയത്ത് മഴയൊന്നും ഇല്ല, ബട്ട് കൈൻഡ് ഓഫ് മൂന്നാർ പോലെയില്ല, തണുപ്പൊന്നും ഇല്ല, എന്നാലൊരു മൂന്നാർ ക്ലൈമറ്റ് ആണ്. നമ്മൾ വിയർക്കൊന്നുമില്ല. അങ്ങനെ ഇങ്ങനെ വരുമ്പോഴാണ് നമ്മൾ കളമശ്ശേരി എത്തിയപ്പോഴത്തേക്ക് പെട്ടെന്നൊരു മഴ അങ്ങോട്ട് വന്നപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മഴ സമയത്ത് നന്നായിട്ട് വിശക്കും. ഞാൻ നല്ല പോളിംഗ് ആണ് മഴ സമയത്ത്. അപ്പോൾ ഇങ്ങനെ വരുന്ന വഴിക്ക് ഈ ഹോട്ടലിലേക്ക് മണം അടിച്ചിട്ട് എനിക്ക് അതൊരു പറ്റുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ ഒരു ഫിൽറ്റർ കോഫിയും ഒരു നെയ്റോസ്റ്റും കഴിയാൻ തോന്നുന്നു. ഞാൻ പറഞ്ഞു എനിക്കിത് കഴിക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് എൻ്റെ കൂടെ വന്ന ആദിത്യക്ക് എന്ത് വേണം എന്നറിയാമോ? പുട്ടും ബീഫുമേ അവന് ഇറങ്ങും. ഞാൻ പറഞ്ഞു എനിക്കൊരു ഹെവി ഒന്നും കഴിയുന്നില്ല, എനിക്ക് നെയ്റോസ്റ്റ് വേണം എന്നൊക്കെ പറഞ്ഞു. ഇവർ സമ്മതിക്കുന്നില്ല. കുറേ നേരം ഞാൻ വാദിക്കാൻ ഞാൻ മിടിക്കുകയാണ്. അങ്ങനെ വാദിച്ചതിന് ശേഷം കൂട്ടത്തിൽ ഒരു പെണ്ണ് ഞാൻ മറ്റുള്ള അവർ പറഞ്ഞു ഫൈൻ, നമുക്ക് ഉച്ചയ്ക്ക് രാവിലെ നെയ്റോസ്റ്റ് കഴിക്കാവുന്ന. അങ്ങനെ നമ്മൾ നെയ്റോസ്റ്റ് കഴിക്കാനൊരു പ്ലാനൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇറങ്ങി വരുന്ന വഴിക്കാണ് നമ്മളൊരു സ്പോട്ട് കണ്ടെത്തിയത്. നല്ല കിടിലൻ സ്പോട്ടാണ് ഗൈസ് ഇത്. നിങ്ങൾക്കിത് ഏത് സ്പോട്ടാന്ന് പറയാൻ പറ്റുമോ? ഞങ്ങൾ വേണേൽ ഒരു ക്ലൂ തരാം അല്ലേ? ഒരു ക്ലൂ വേണമെങ്കിൽ തരാം. ഏത് ക്ലൂ എന്ന് പറഞ്ഞു കൊടുത്തേക്കാ സുഭാഷേ? അതേതാ സ്ഥലം? മഞ്ഞുമൽ ബോയ്സ് വിളയാടിയ സ്ഥലമാണ് ഗൈസ് ഈ കാണുന്നത്. എന്താ ഒരു പ്രകൃതി രമണീയത. നല്ല ഒഴുക്ക്. പ്രകൃതി രമണീയത ആസ്വദിക്കുന്നതിനിടയ്ക്ക് മറ്റൊരു കാര്യം കൂടെ, ഈ രമണീയത ആസ്വദിച്ചുകൊണ്ട് തന്നെ നമുക്ക് അവിടെ എക്സസൈസും ചെയ്യാം. വ്യായാമം മസ്റ്റ് ഹാവ് അല്ലേ ഗൈസ് ഇന്നത്തെ കാലത്ത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ എനിക്കത് ചെയ്യണമെന്നുണ്ട്. പക്ഷേ എനിക്കിതെങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയില്ല. കാരണം ഞാൻ അത്ര എക്സസൈസ് ചെയ്യുന്ന കൂട്ടത്തിലല്ല. ബിക്കോസ് ഓഫ് ദിസ് മസിൽ ക്രംസ് ആൻഡ് ഹൗസ് എനിക്കിഷ്ടമല്ല. ഞാൻ പക്ഷേ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിന് പകരം ഓൾട്ടർനേറ്റീവ് ആയിട്ടൊരു ഡാൻസിന് ചെയ്യുന്നത് എൻ്റെ പാഷൻ അതാണ്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ രാവിലെ ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡിസ്റ്റർബൻസസും ഇല്ല ആക്ച്വലി. പക്ഷെ എനിക്ക് മനസ്സിലാവാത്ത കാര്യം ഇതിനകത്തുനിന്ന് എങ്ങനെയാണ് നമുക്ക് സാലറീസ് ബേൺ ചെയ്യാൻ പറ്റുന്നതെന്നാണ്. എങ്ങനെയാ ഭറസായോ എങ്ങനെയാണ് നമുക്ക് ബേൺ ചെയ്യാൻ പറ്റില്ല? പിന്നെ എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് കാണിച്ചു തരാൻ പറ്റുമോ? അല്ലേ വേണ്ട, വയനാട് നമുക്ക് ആദിത്യം വിളിക്കാം. ഈസ് എ ജിം ഗൈ റൈറ്റ്. അവന് പക്ഷെ നമ്മുടെ ഗസ്റ്റും അതിലും വലിയ ജിമ്മാണ്. പുള്ളി വരട്ടെ, എന്നിട്ട് നമുക്ക് പുള്ളിയെ കൊണ്ട് ഓരോന്ന് സേവിക്കാം അല്ല. ഇങ്ങനെയൊന്നും അല്ലടാ. ഇത് ചെയ്യുന്നവർക്ക് സ്കൂട്ടറൊക്കെ പെട്ടെന്ന് ഓടിക്കാൻ പറ്റും. സൈക്ലിംഗ് ബാലൻസ് പോരെ സ്കൂട്ടർ ഓടിക്കാൻ. ഇങ്ങനെ ഒരു അരമണിക്കൂർ നടക്കേണ്ടി വരും. ഗൈസ് നിങ്ങൾക്ക് വേണ്ടി ഞാനിത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഹാൻഡിൽ കെയർ ആണ്. എൻ്റെ ചാർജ് ലോ ആവുന്നുണ്ട്. എനിക്ക് ഫുഡ് കഴിക്കാൻ പോകണം. പക്ഷേ നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ടെന്ന് അപ്പിയറൻസ് ഉണ്ട്. അപ്പം നമ്മുടെ ഗസ്റ്റ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്ന സ്പോട്ട് വരും എന്നാണ് നേരത്തെ നമ്മളെ അറിയിച്ചത്. അവളെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി വിഷയം കഴിയുകയാണ് കേട്ടോ. പുള്ളി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അർജുൻ റെഡ്ഡി സ്റ്റൈലിലൊക്കെയാണ് പുള്ളി നടപ്പൊക്കെ. വിഷയം മാനാണ്. കൂടുതലൊന്നും ഞാൻ പുള്ളിയെ പറ്റി ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യും. ഞാനും വെയിറ്റ് ചെയ്യുവാണ്, നിങ്ങളും വെയിറ്റ് ചെയ്തോ. സോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ആര്യാസിലോട്ട് പോയി അവിടെ ചെന്നിട്ട് ഗായ്സ് നമ്മളിപ്പോൾ ആര്യാസിൽ വന്നേക്കാണ്, കളമശ്ശേരി ആര്യാസിൽ. ഇവിടെ എത്തുന്നിടം വരെ മഴയൊന്നും നമ്മൾ കണ്ടില്ല. പക്ഷെ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നല്ല മഴ. അപ്പം എന്തോ എനിക്ക് ഈ തണുത്ത സമയത്ത് ചൂട് ഐറ്റംസ് മിക്കവർക്കും അതാണല്ലേ, ചൂട് ഐറ്റംസ് കഴിക്കാനാണ് താല്പര്യം. ഞാൻ വിചാരിച്ചു ഫസ്റ്റ് നമുക്കൊരു ഫിൽറ്റർ കോഫി ഓർഡർ ചെയ്യാം. ആസ് യൂഷ്വൽ ഞാനൊരു കോഫി പേഴ്സൺ ആണ്.
അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു മിക്കതും ചെയ്യുന്ന പോലെ തന്നെ ഒരു നെയ് റോസ്റ്റ് കൂടെ ഓർഡർ ചെയ്താലോ. ക്രിസ്പി സാവനല്ലേ. അപ്പൊ അത് രണ്ടും ഓർഡർ ചെയ്ത് നമുക്ക് ഇന്നത്തെ രാവിലത്തെ പരിപാടികൾ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ എന്താ പറയാ നെയ് റോസ്റ്റും ഫിൽറ്റർ കോഫിയും ഇവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി അവിടെ കഴിക്കാൻ തുടങ്ങി. ഓൾറെഡി കഴിച്ചു തീർന്നു എന്നാ തോന്നുന്നത്. വിശന്നു കഴിഞ്ഞാൽ ഞാനല്ലതാ. ചായയൊക്കെ കുടിച്ചൊക്കെ ഇരിപ്പാണ്. അല്ല അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഗസ്റ്റ്. പുള്ളിയുടെ പേരാണ് പോൾ. ആക്ച്വലി നമ്മൾ കാണുമ്പോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു അർജുൻ റെഡ്ഡി വൈബാണെന്ന്. അങ്ങനൊന്നുമില്ല, ചുമ്മാ പറഞ്ഞതാ. ഇതൊരു ഒരു പൂക്കി വൈബാണ് പുള്ളിക്ക്. ഇങ്ങനെ കാണുന്ന ഒരു ലുക്കേ ഉള്ളൂ. ഭയങ്കര പൂക്കി ഭയങ്കര പാവമായിട്ടുള്ളൊരു ഗൈയാണ് അല്ലേ? നല്ല മഴയായിരുന്നു. അല്ല എന്താ നേരത്തെ വന്നത്? നല്ല മഴയായിരുന്നു. നല്ല മഴയായിരുന്നു. മഴയായിരുന്നു. ലേറ്റ് നമ്മള് മഞ്ഞത്തോടല്ലേ വന്നത്, പുള്ളി മാത്രമേ മഴ നനഞ്ഞു വന്നിട്ടുള്ളൂ. ഞാൻ മഞ്ഞ ഒഴിക്കണ്ടപ്പോ ചായക്കട കണ്ടപ്പോ ചായ കുടിക്കാം. ചായ കുടിച്ചു എന്നാ നമുക്കൂടെ ചായ ഒന്ന് ഓർഡർ ചെയ്യാം. ഞാൻ വന്നിട്ടുണ്ട്, ഇപ്പൊ വരും. ഇപ്പൊ വരും എന്നാ പറയുന്നത്. എന്തായാലും ആ ഒരു മനസ്സ് കാണിച്ചതിന് ഞാൻ താങ്ക് യു. നമ്മുടെ പരിപാടി തന്നെയാണ്. നമ്മുടെ പരിപാടി നമ്മൾ പ്ലാൻ ചെയ്യുന്നത് നമ്മൾ ഇവിടെ നിന്ന് നേരെ വില്ലയിലേക്ക് പോകാനാണ് പ്ലാൻ ചെയ്തത്. ആ വില്ലയെ പറ്റി ഞാൻ ഇപ്പൊ ഒന്നും പറയുന്നില്ല. അവിടെ ചെന്നിട്ട് ഞാൻ എന്താന്ന് വെച്ചാൽ പറഞ്ഞുതരാം. Let's go watch the rain. Let's go together. Let's go watch the rain. Let's go together. Holy sky. We kept on moving. Showed no signs of slowing down. We kept on moving. Showed no signs of slowing down. Up we go. അപ്പൊ ഗായ്സ് നമ്മളിപ്പോ ചെറായി എത്തി. നമ്മളെത്തി. ഫസ്റ്റ് പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പോഴും മഴ നിന്നിട്ടില്ല. നല്ല കാറ്റാണ്. നല്ല കാറ്റാണ്. മുഖം നോക്കിയാൽ സ്റ്റിൽ ഫ്ലോയിങ് അല്ലേ? അതെ അതെ. അപ്പോ ഭയങ്കരമായിട്ടും നനഞ്ഞു എന്നാലും എനിക്ക് പറയില്ല. വീണ്ടും എനിക്ക് വിശപ്പ് തുടങ്ങി. ആക്ച്വലി റൈഡ് ഫണ്ണായിരുന്നു. എന്നാലും നോക്ക്, ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് പേടിയാവുന്നുണ്ട്. പിന്നെ ഞാൻ ബേസിക്കലി ഒരു ആലപ്പുഴക്കാരി ആയതുകൊണ്ട് എനിക്ക് ഇതൊന്നും ഒരു പുത്തരിയല്ല. ഇതോ അറിയാലോ അല്ലേ? അതെനിക്കറിയാം. എനിക്ക് തോന്നുന്നു നമ്മൾ ഇങ്ങനെ റൈഡ് ചെയ്തിട്ടില്ല ഇന്നവരെ. ഓർമ്മയില്ല, അതാണ്. എന്താണേലും വിശന്നു ഇങ്ങനെ അങ്ങോട്ട് വരുമ്പം ഞാൻ ചോദിച്ചു എടാ എല്ലാവരും ഫുഡ് അടിക്കാൻ പറ്റിയ സ്പോട്ട് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? ഞാൻ ന്യൂ ആണല്ലോ. അപ്പോ ഞാനിവിടെ തന്നെ വിളിക്കാം. നമുക്ക് ചെറുതായി അടുത്ത നല്ലൊരു ഹോട്ടലുണ്ട്, ശിവേട്ടന്റെ കട. ഇത് നമ്മുടെ ബെസ്റ്റ് സജസ്റ്റ് ചെയ്തൊരു കടയാണ് ശിവേട്ടന്റെ കട. എവിടേക്കോ അടുത്താണ് നമ്മളുടെ സ്റ്റേ എന്ന വില്ലയുള്ളത്. എവിടെയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചില്ല. ആക്ച്വലി നമ്മുടെ ചെക്ക് ഇൻ ടൈം ഒക്കെ കഴിഞ്ഞു, വളരെ ലേറ്റ് ആണ്. പക്ഷെ വിശപ്പ് അടക്കാൻ വയ്യാത്തത് നമ്മൾ വിചാരിച്ച ഫുഡ് ആദ്യം കഴിച്ചിട്ട് അങ്ങോട്ട് പോയി കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് റിസോർട്ടിലേക്ക് പോവാം. ഞാൻ ആലപ്പുഴയിൽ നിന്ന് ഇങ്ങനെ കുറേ ഫിഷൊക്കെ കഴിച്ച് ഇവിടെ വന്നിട്ട് എനിക്ക് അത്ര നല്ല ഫ്രഷ് ഫിഷ് ഒന്നും കഴിക്കാൻ പറ്റില്ല എന്നൊക്കെ ഞാൻ ഇവിടെ ഉള്ളവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വളരെ ക്യൂരിയസ് ഇവിടുത്തെ ഫിഷ് ഐറ്റംസ് ഒക്കെ എങ്ങനെയായിരിക്കും, ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു രീതി ആണോ എന്നൊക്കെ എൻ്റെ മൈൻഡിൽ ഇങ്ങനെ ഉണ്ട്. എന്തായാലും ഞാൻ റിവ്യൂ പറയുന്നതായിരിക്കും. സോ ലെറ്റ്സ് ഗോ. നമ്മളിപ്പോൾ ശിവേട്ടൻ്റെ കടയിലാണ് ഇരിക്കുന്നത്. നല്ലൊരു എന്താ പറയുക വ്യൂ ഒക്കെ എന്ന് പറഞ്ഞാൽ നല്ല രസമുണ്ട്. ഇവിടെ നിന്ന് നേരെ നമ്മൾ കടൽ വ്യൂ ഒക്കെയാണ് കാണുന്നത്. കുറേ ഫൈൻ മരങ്ങൾ, നല്ല കാറ്റ്, എന്താ പറയുക ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ഇവിടെ വന്നപ്പോഴാണ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത്. പിന്നെന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറെ സാധനമൊക്കെ നമ്മൾ ഓർഡറൊക്കെ കൊടുത്തു. ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഡിഫറെന്റ് വെറൈറ്റീസാണ് കൊടുത്തത്. ഞാൻ എൻ്റെ ഒരു കോൺസെപ്റ്റ് വെച്ചാൽ കൊടുത്തത്. കാരണം ഞാൻ ഇതൊക്കെ ഇങ്ങനെ കഴിച്ച് എനിക്ക് കുറെ കൈൻഡ് ഓഫ് ആഗ്രഹങ്ങളൊക്കെ ഇല്ല. അതുപോലെ ഞാൻ കൊടുത്ത ഓർഡർ ഇവരൊക്കെ അത്ര ഫെമിലിയർ അല്ല. എനിക്ക് അങ്ങനെ സീ ഫുഡ് അധികം താല്പര്യമില്ല. പക്ഷെ ഇവിടെ ഈ അറ്റ്മോസ്ഫിയറും നല്ല മണം വരുന്നുണ്ട്. നല്ല വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ ടേസ്റ്റ് ബഡ്സിന്റെ കൈൻഡ് ഓഫ് ഞാനിങ്ങനെ കുറെ ഇങ്ങനെ
ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇന്ന സാധനത്തിന് ഇന്ന ടേസ്റ്റ് ആയിരിക്കും എന്നാണ്. പക്ഷെ ഇതുവരെയായിട്ടും ഞാൻ ഇവിടെ വന്നേ പിന്നെ അങ്ങനെ എനിക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ അധികവും ഇവിടെ ഓർഡർ ചെയ്യാറില്ല സീ ഫുഡ്. ഓരോ സ്ഥലങ്ങൾക്ക് ഓരോ വെറൈറ്റീസ് ആണ്. എന്നാൽ സ്റ്റിൽ നമുക്ക് നമ്മളുടെ ആ ഒരു ഒതന്റിക് ടേസ്റ്റ് ഉണ്ട്. അപ്പം ഇവിടെ വന്നിട്ട് ഞാൻ എന്താണ് എങ്ങനെയാണെന്നൊക്കെ ക്യൂരിയസ് ആണ് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ. അതിന്റെ റിവ്യൂ എന്താണേലും ഇത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും അതെ. പറയുന്നതായിരിക്കും. കാക്കയൊക്കെ വന്ന് എടുത്തിരിപ്പുണ്ട്. മഴ വരുമ്പോ എനിക്ക് വെളിയിലോട്ട് ഇറങ്ങുന്നത് ഇഷ്ടമല്ല. ഞാൻ വീട്ടിനകത്ത് തന്നെ കുറച്ച് മുടി അങ്ങനെ. നീ എങ്ങനെ? എല്ലാവർക്കും അങ്ങനെ തന്നെയാ. മഴയത്ത് പുറത്തൊക്കെ ഉണ്ടാക്കിയില്ല. അല്ല ചിലവര് മഴയത്ത് ഐസ്ക്രീം തിന്നും, പഴം നനയും. അത് സായും ഒക്കെ അങ്ങനത്തെ ടൈപ്പാ. അല്ലാത്തൊരു വല്ലാണ്ട് ജീവിതമാ. അപ്പോൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്ന കഫേയിലൊക്കെ ഒന്ന് പോകണം എന്നൊക്കെ എനിക്കൊരു പ്ലാൻ ഉണ്ട്. പക്ഷെ നമ്മൾ എന്തായാലും ഇറങ്ങി തിരിച്ചതല്ലേ, പോയേച്ചും വരാം. ഞാൻ പക്ഷേ ഉള്ളിൽ തന്നെ ഇരുന്നോളാം. മഴ പുള്ളി തന്നെ ഒന്നും ഇരിക്കുന്നില്ല, ഇവനെ കൊണ്ടേ പോകുന്നുള്ളൂ ഞാൻ. അങ്ങനെ ചുമ്മാ മാത്രം പോരല്ലോ. അതെ അതെ. എന്തായാലും നമ്മൾ കഫേ പോവും. അപ്പത്തേക്ക് മഴയൊക്കെ ഒന്ന് നിൽക്കണം. നിങ്ങൾക്ക് വേണ്ടിയാണ് ഇതെല്ലാം ഞാൻ ചെയ്യുന്നത്, വേറെ ആർക്കും വേണ്ടിയിട്ടല്ല. അതെ. നമ്മൾ അവരെ പറ്റി ആലോചിക്കുക. അതെ അവരെ പറ്റിയാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവനെ പറ്റി ആലോചിക്കുന്നത്. ഇതാണ് പ്രോൺസ് ഫ്രൈ, ഇത് മീൻമുട്ട, ഇത് നമ്മുടെ ഓയിസ്റ്റർ, അതുപോലെ അത് കരിമീൻ പൊള്ളിച്ചതാണ് കേട്ടോ. കരിമീൻ പൊള്ളിച്ചത് തന്നെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫിഷ്. ഞാൻ അത് തന്നെ ഓർഡർ ചെയ്യും ഇവിടെ വന്നിട്ടോ. ഇതെങ്ങനെ ഉണ്ടത് കഴിച്ചിട്ട് ഞാൻ പറയാം. കുറച്ച് താഴെ കണ്ടിട്ട് അത് എപ്പോഴും ഉള്ളതാ. എന്നാ ടേസ്റ്റ് ചെയ്യും. ടേസ്റ്റ് ചെയ്യണോ? അത് ടേസ്റ്റ് ഇപ്പോഴാണ് നമ്മൾ എന്താണ് റിയാലിറ്റി ചെക്കാണ്. പറയുന്നല്ലേ എന്ത് കഴിച്ചിട്ട് പുളി സാധനം പറയാനില്ല. മൂടി സാധനം ചൂടൊക്കെ നല്ല തണുപ്പത്ത് നല്ല എരു കഴിച്ച എങ്ങനെയേ വണ്ടർഫുൾ അല്ലേ. അതുപോലെ സൂപ്പർ സാധനം. നിനക്ക് ഫിഷ് ഐറ്റംസ് അത്ര ഇഷ്ടമല്ലെന്നൊക്കെ നീ പറഞ്ഞല്ലോ. ടേസ്റ്റ് ഉണ്ടോ? നമുക്ക് ടേസ്റ്റ് ടേസ്റ്റ് അല്ല പൊതുവെ അങ്ങനെ കഴിക്കാതില്ല. അതെന്താ അത്? അതെനിക്ക് പണ്ട് ചെറുപ്പത്തിലായി മീൻ കഴിച്ചപ്പോ ഒരു മുള്ള കുടുങ്ങി. ഇപ്പോഴും കുടുങ്ങിയോ ഇല്ല. അതെ പിന്നെ കഴിപ്പോ മീൻമുള്ള് കൊടുക്കുമ്പോൾ നമ്മൾ സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ ഇത് അങ്ങോട്ട് എടുക്കുക. അങ്ങനെ കാണിച്ചോ ഇങ്ങനെ കാണിച്ചാൽ മതി. അല്ല ഈ മുള്ള വായന ഇത് സാമ്പാറാണ്. അതൊക്കെ എന്താ? ഇത് മീൻസാ. തക്കാളി പൊരിച്ചെടുക്കാം. തക്കാളിക്കറി ഒക്കെ റെയറാ കേട്ടോ ഞാൻ ഇവിടെ കാണുന്നത്. ആണോ? അതെ ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും തക്കാളി വീട്ടിലുണ്ടാക്കും. പക്ഷെ ഞാനിങ്ങനെ കടയിൽ വന്നിട്ട് തക്കാളിക്കറി ഒക്കെ ആദ്യമായിട്ടാണ്. തങ്ക നല്ല കുക്കാന്നോ കേട്ട്. അത് ഞാൻ നല്ലതായിട്ടുണ്ടാക്കും തക്കാളിക്കറി. ഞാൻ എന്താ പറഞ്ഞേ, ഞാൻ കടയിൽ വരുമ്പോ തക്കാളിക്കറി കണ്ടില്ല. ഞാൻ അവിടെ കട നടത്തുവല്ലോ. അതെ അതെ. എനിക്ക് തോന്നുന്നു മീൻ മുള്ളു വല്ലതും കേറി തലയിലോട്ട് കയറിപ്പോയിരുന്നു. മീൻ മുള്ളു അങ്ങനെ എന്തോ സംഭവിച്ചതാണ്. പ്രോൺസിന്റെ കുറച്ച് മീൻമുട്ട നിങ്ങൾക്ക് ട്രൈ ചെയ്യണമല്ലോ. ഇതുവരെ കഴിച്ചിട്ടുള്ള മീൻമുട്ട ഉണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് എനിക്ക് സാധാരണ ഞാൻ ഉദ്ദേശിച്ച മീൻമുട്ട എങ്ങനെയാണെന്നറിയോ, നമ്മുടെ ഈ ബബിൾസ് പോലത്തെ മീൻമുട്ട ഉണ്ടോ, ബബിൾ അതുപോലത്തെ മീൻമുട്ടയാണ് ഞാൻ കഴിച്ചത്. അതെന്റെ രസമായിട്ട് ഇതിന് മായ ഇങ്ങനെ ചുമ്മാ ഇട്ട് ചെയ്തിട്ട് കഴിക്കുന്നത്. കഴിച്ചിട്ട് വലിയ മീനിനൊക്കെ അങ്ങനത്തെ മുട്ടയിട്ട് പിന്നെ കുറച്ച് എന്താ പറയാ പയർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മെഴുക്കുവരട്ടിയുടെ കൂട്ടത്തിലേക്ക് പയർ ഭയങ്കര ഇഷ്ടമുള്ള സാധനം. ഈ കരിമീൻ ശരിക്കും എങ്ങനെ കഴിക്കാനാണ് താല്പര്യം? കരിമീൻ എനിക്ക് പൊള്ളിച്ച് കഴിക്കാൻ ഇഷ്ടമാണ്, വറുത്ത് കഴിക്കാൻ ഇഷ്ടമാണ്. കരിമീൻ എങ്ങനെ കഴിച്ചാലും ടേസ്റ്റ്, അതാണ് അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. കുറച്ച് അച്ചാർ, പയറ്, പ്രോൺസ്, ഓയിസ്റ്റർ ഇത്രയും എടുത്ത് എനിക്ക് കുറച്ച് മോര് കറി. ഹെവൻ. മുള്ള കുടുങ്ങിയില്ലല്ലോ. മുളു ഞാൻ എടുത്തില്ല, അവിടെ ഇരിക്കുന്നു. അപ്പം ഇതെല്ലാം ഒന്ന് ഫിനിഷ് ചെയ്തിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. ഞങ്ങളിങ്ങനെ തിരക്കി ഇവിടെ എന്ത് നല്ല കട. അപ്പൊ എന്നോട് ഇങ്ങനെ ആൾക്കാർ പറഞ്ഞു ശിവേട്ടന്റെ കടയുണ്ട് അവിടെ നല്ല ഫുഡാ ഉച്ചക്കെന്ന് പറഞ്ഞു. അത് ഇവിടെ 90% റിസോർട്ടിൽ വന്നാലും ആൾക്കാരോട് ചോദിച്ചാലും നമ്മുടെ പേരെ പറയുള്ളൂ. അതാ 90% പേരും അങ്ങനെ. നമ്മൾ തുടങ്ങിയിട്ടും വർഷങ്ങളായി നമ്മളൊക്കെ എല്ലാവരും വരും. അന്നൂറ് വന്ന ആൾക്കാർ ഇപ്പൊ 30 വർഷത്തിന് മുമ്പ് വന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അതെ
നല്ല രസമുണ്ട്. ഞാൻ വിചാരിച്ചു എനിക്ക് കരിമീനും പൊള്ളിച്ചതും അത് ബാക്കിയെല്ലാം നല്ലതായിരുന്നു. ഇപ്പം ഓയിസ്റ്റർ ആണേലും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിനൊക്കെ. നല്ല ടേസ്റ്റ്. മീൻ മുട്ടയാണേലും നല്ല ടേസ്റ്റ് ഉണ്ട്. എങ്ങും അങ്ങനെ മീൻ മുട്ടയൊന്നും ഞാൻ കഴിച്ചിട്ടില്ല. ഇവിടെ വന്നപ്പോഴാ മീൻ മുട്ട വീണ്ടും അവിടൊക്കെ ഷാപ്പ് ചെയ്യാൻ പറ്റില്ല. ഷാപ്പിൽ കിട്ടും. ഇവിടെ കിട്ടുന്നത് ആദ്യമായിട്ടാ. കട എങ്ങനെയാണ് ഇത് എന്ന് തുടങ്ങിയതാ? ചെറിയ ഷീറ്റ് വലിച്ചെട്ടി അവിടെ തുടങ്ങിയതാണ്. ഇത് തുടങ്ങിയിട്ട് ഒരു 7-8 വർഷം. ഏ. പിന്നെ പിള്ളേരായിപ്പ അവർക്കിടാ കണ്ടിട്ടില്ലായി. നമ്മുടെ വീട്ടിലൊരു ചെറുത് തുടങ്ങിയിട്ട് അതുമ്പോ തന്നെ അവര് കയറി പിടിച്ചു. അപ്പൊ അതുകൊണ്ടൊരു കുഴപ്പമില്ലാണ്ട് നല്ലോണം പോകുന്നു. ശരിക്കും നമ്മൾ കൊടുക്കുന്ന പൈസക്ക് അനുസരിച്ചുള്ള നല്ല ഫുഡാ ഇവിടെ. നല്ല ഫുഡ്. ചോറൊക്കെ ആണെങ്കിലും നല്ല ചൂട് ചോറൊക്കെയാണ് നമുക്ക് കിട്ടിയതാണേലും. എല്ലാം ഫ്രഷ് സാധനമാണ് നമുക്ക് കഴിക്കുമ്പോൾ തോന്നൂലോ. അതും തണുത്തതും അങ്ങനത്തെ ഒന്നുമല്ല. നല്ല സാധനമാണ് നമുക്ക് തന്നത് പോലും. മീൻ കഴിക്കാത്ത കോഴ് പോലും കരിമീനിന് അഡിക്റ്റായി. ഊണ് മാത്രമല്ല നമുക്ക് ബിരിയാണി ആണേലും പൊറോട്ട ആണേലും എല്ലാം കിട്ടുന്നുണ്ട് കേട്ടോ. വളരെ നന്നായിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഇനി ഇതുവഴി വരുമ്പോ ഉറപ്പായിട്ടും കേറുന്നതായിരിക്കും. അപ്പൊ നമ്മൾ ഒന്നുകൂടെ വന്ന് ഇവിടെ എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും. നീ നമ്മളിവിടെ വന്നിട്ട് അടുത്ത മീനുകളൊക്കെ ആയിട്ട് പരീക്ഷിച്ചിട്ട് ഇതുപോലെ റിവ്യൂ ചെയ്യുന്നതായിരിക്കും. എന്തായാലും താങ്ക് യു സോ മച്ച്. വീണ്ടും നമുക്ക് കാണാം. Finally guys, we are here. That is Waito Vista. ഇത് കണ്ടുപിടിക്കാൻ ഒരുപാട് താമസമൊന്നുമില്ല. നമ്മുടെ ചെറായി ബീച്ചിൽ നിന്ന് തൊട്ടടുത്ത കുറച്ച് ഇങ്ങോട്ട് വരിക. നമ്മുടെ ശിവേട്ടന്റെ കടയുടെ അവിടുന്ന് 8 മീറ്റർ 500 മീറ്റർ കാണും അല്ലേ? 500 മീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ. 800 അത്രേ ഉള്ളൂ ഇങ്ങോട്ട് വരാനായിട്ട്. ഇവിടെ വന്നിട്ടുള്ള ഫസ്റ്റ് ഇംപ്രഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ കളർ കോമ്പിനേഷൻ ആണ് അല്ലേ? ഭയങ്കര ബ്രൈറ്റ് അല്ലേ? ബ്രൈറ്റ് കളേഴ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. എനിക്ക് ഓഫ് വൈറ്റ് ആൻഡ് ഡാർക്ക് ബ്ലൂ ആണ്. അപ്പൊ നമുക്ക് വരുമ്പോ തന്നെ ആ ബ്രൈറ്റ്നെസ് ആ ഫീൽ ചെയ്യുന്നത് കേട്ടോ. കൊള്ളാം. മഴ സമയത്തൊക്കെ ആണെങ്കിൽ ഒരു മൂഡി സ്പേസ് ആണിത്. അപ്പോ നല്ല എന്താ നമ്മൾ അതിന്റെ അകത്തേക്ക് പോയിട്ടില്ല ഇതുവരെ ആയിട്ടും. നമുക്ക് പതുക്കെ കടന്ന് അതിനകത്ത് എന്തൊക്കെയാ ഉള്ളതെന്നുള്ളത് ഞാൻ നിങ്ങളെ സൂൺ കാണിക്കുന്നതായിരിക്കും. കാരണം നിങ്ങൾക്ക് വേണ്ടിയാണോ ഞാൻ ഇവിടെ വന്ന് എക്സ്പ്ലോർ ചെയ്യുന്നത് പോലും. അതുണ്ടോ? അവിടെ ആരോ അതുപോലെ നമ്മുടെ കൂടുള്ള ഒരാളെ പോയിട്ടോ. അതൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഇതൊക്കെ കൊള്ളാം. ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ സാധനമാണ്. നമുക്ക് ഇൻസ്റ്റാഗ്രാം ഒക്കെ പോസ്റ്റ് ഒക്കെ ഇടണമെങ്കിൽ നല്ല ഭംഗിയാണ്. ഇതിപ്പോ രണ്ടാമത്തെ പൂള് കൊള്ളാം കേട്ടോ. എനിക്ക് കണ്ടിട്ട് തന്നെ വെള്ളത്തിലോട്ട് എടുത്ത് ചാടാൻ തോന്നുന്നു. ത്വര വരിക. ഇവിടെ നമുക്ക് എന്താ പറയാ ഈ സിസ്റ്റം തന്നെ ആണെങ്കിലും നമ്മൾ ഈ 5 സ്റ്റാർ അങ്ങനത്തെ ഹോട്ടലിലൊക്കെ പോകുന്ന പോലെ തന്നെ അതുപോലത്തെ ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൂളിന്റെ അടുത്ത് തന്നെ ആയിട്ട് ഇങ്ങനെ നമുക്ക് വിശ്രമിക്കാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ മോക്ടെയിൽസ് അങ്ങനത്തെ ഒക്കെ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ വെച്ച് നമുക്കത് കഴിച്ച് അവിടെ ഇട്ട് നോക്കാം. ഇൻഫിനിറ്റി പൂള് പോലെ ഉണ്ട് കേട്ടോ. നോക്ക് ഇത് കണ്ടോ ഇതിന്റെ ഡിസൈൻ നോക്ക്. മരത്തിന്റെ മണ്ണൊക്കെ പെയിന്റ് ചെയ്തതാണോ? അതെന്തോ കൈൻഡ് ഓഫ് വെറൈറ്റി സാധനങ്ങളാണ് കാണുന്നത്. പക്ഷെ അത് കണ്ടോ, അതാണ് ചീനവല. മെയിൻ ഐറ്റം ചീനവല എവിടെ നിന്ന് കാണാൻ പറ്റും? 2 മരം ഇങ്ങനെ ചെരിഞ്ഞിരിക്കുന്നു. ചരിഞ്ഞ് അത് കൊള്ളാല്ലേ? ഇതെങ്ങനെ ചരിച്ചതാണോ? കറക്റ്റ് ആയിട്ട് അത് ചെരിഞ്ഞ്. എനിക്കൊന്ന് നൈറ്റ് ഇവിടെ ലൈറ്റ് വല്ലതാണോ ഇതല്ലേ? ഒരു ടീ ഒക്കെ കുടിച്ചിരിക്കാൻ പറ്റിയ ഒരു വൈബാണ് സ്ഥലത്തിനുള്ളത്. സന്തോഷിനി. അതെ. അപ്പൊ നമുക്ക് വില്ലയുടെ വിശേഷം പറയാനാണെന്നുണ്ടെങ്കിൽ വൺ തിങ് ഐ നോട്ടീസ് വെച്ച് കഴിഞ്ഞാൽ സോളാർ ആണ് നമ്മളിവിടെ യൂസ് ചെയ്തത് മെയിൻലി. അതേ കണ്ടുപിടിച്ചൊരു കാര്യം നിങ്ങളെ കൂടെ ഒക്കെ അറിയിച്ചതേ ഉള്ളൂ. അതെ, ഒബ്സർവേഷൻ. നമുക്കിപ്പോ എന്ത് ചെയ്യാം? നേരെ നമുക്ക് വില്ലയൊന്ന് നോക്കാം. വില്ലയിൽ എന്തൊക്കെയാണുള്ളത്, വില്ലയ്ക്കകത്ത് എങ്ങനെയാണ് അതിന്റെ ഇന്റീരിയർ, ഓൾ തിങ്സ് ടുഗെദർ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം അല്ലേ? അപ്പൊ ഫസ്റ്റ് കാണുന്നത് നെയിമാണ് സന്തൂറിനി വില്ല എന്നാണ് ഈ വില്ലയുടെ പേര്. വോയിട്ടോ എന്ന് പറയുന്നതിന്റെ മീനിങ് എന്താണെന്നറിയാവോ? വിക്ടറി പറയുന്നത് വെച്ച് കാര്യം പറയാനുണ്ട്. അങ്ങനത്തെ സീരിയസ് മോഡൽ. ആ വിക്ടറി വിന്നിങ് അങ്ങനത്തെ സംതിങ് മീനിങ് ആണ് നമ്മുടെ വോയിട്ടോയ്ക്കുള്ള.
അവർ പറഞ്ഞ പോലെ തന്നെ ഡിസൈനിങ്ങിന്റെ കാര്യത്തിൽ അവർ വിൻ ചെയ്തിട്ടുണ്ട് ആക്ച്വലി. ഐ തിങ്ക് അങ്ങ് എക്സ്പ്ലോറേഷന്റെ പീക്കിലാണ്. നല്ല പോയായിരുന്നു അന്നസ് വെൽക്കം ടു സന്തോറിനി വില്ല. ഒരുമിച്ച് കാണാം. ഇതിന് റൂമിന് നമുക്കൊരു കീച്ചെയിൻ ഒക്കെ തന്നിട്ടുണ്ട്. അതിൽ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്നൊക്കെ എഴുതി വെച്ചേക്കുന്നത്. പിടി കണ്ടില്ലേ? കൊള്ളാം. ഇത് കൊള്ളാം കേട്ടോ. ഇത് താഴെ വീണ പൊട്ടുന്ന സാധനങ്ങളാണ്. സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം കേട്ടോ. സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലേ പൊട്ടും. ഹോളിൽ ഇങ്ങനൊരു ടേബിൾ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഫാമിലീസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ഹോൾ കം ഡൈനിങ് ആണെന്ന് തോന്നുന്നു. പിന്നെ നമുക്കൊരു ദിവാൻ കോട്ട് പോലത്തെ ഒരു ഇതുണ്ട്. അവിടെ TV ഉണ്ട്. നിങ്ങൾക്ക് കിടന്നുകൊണ്ട് കാണാം. അവിടെ സോഫ, മിനി സോഫ പോലെ നമുക്ക് ഇരുന്ന് ഇവിടെ ഇരിക്കാം, കിടക്കാം. ഓൾസോ പിള്ളേരല്ലെങ്കിൽ പിള്ളേരെന്ന് മാത്രമല്ല, നമ്മളെ പോലെ ഉള്ള ആൾക്കാർക്ക് വന്നിട്ട് ഈ ഗെയിമിംഗ് പരിപാടിയൊക്കെ ഉണ്ട്. ഗൈസ്, ഞാൻ അഡിക്റ്റ് ആയി പോയി. ഓക്കെ 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 അങ്ങനല്ല, ഞാനിപ്പോ കുറച്ച് ഇതിനൊക്കെ പറയുന്നുണ്ടായിരുന്നു. എനിക്ക് പ്രതികാരം വീട്ടണം. വൈകിട്ട് ഞാൻ വീട്ടുന്നതായിരിക്കും. എനിവേ, ഈ റൂം കയറുമ്പോൾ തന്നെ ഇവിടെ സൈഡിലൊരു മിററൊക്കെ ഉണ്ട്. 2 മിറേഴ്സ് ഉണ്ട്. മിനി മിറേഴ്സ്. മിറർ ഇഷ്ടമുള്ളവർക്ക് ഇവിടെ വന്ന് എക്സ്പ്ലോർ ചെയ്യാം. നമ്മൾ ഷോ കാണിക്കാം. കുറച്ചൊക്കെ വന്നിട്ട് കോക്കറി കാണിച്ച് ചിരിച്ച് എന്ത് വലിയ റൂമാണ് ശരിക്കും പറയാമെങ്കിലുണ്ടല്ലോ. വാഫ് മൊമെന്റ് ആണ്. അടുത്ത റൂമാണ് നേരെ കാണുന്ന ഈ ഓപ്പോസിറ്റ് റൂം. ഇവിടെ ഒരു ഹംസ ഒക്കെ ഉണ്ട്. ഹംസത്തിനെയൊക്കെ അവര് വെച്ചിട്ടുണ്ട് നന്നായിട്ട്. അല്ലേ? എന്റെ റൂമിൽ ഹംസത്തിനെ വെച്ചാൽ മതിയല്ലോ. ബേസിക്കലി ഞാൻ ആ റൂം ഫിക്സ് ചെയ്തു. അതെന്റെ റൂമാ. കണ്ടിട്ടില്ല. അമ്മ അങ്ങനെ അടായതല്ലേ? ഇതൊക്കെ പറ്റുമോ ഇങ്ങനെ ഉണ്ടാക്കാൻ? ഇല്ല. ഒറ്റ ബാക്കി ഉത്തരം പറ്റില്ല. പക്ഷെ നമ്മൾ ഇന്ന് ചലഞ്ച് കൊടുക്കുന്നതായിരിക്കും. ഈ ചൗൽ വെച്ച് എല്ലാവരും ഇതുപോലത്തെ സാധനം ഉണ്ടാക്കണം. എന്താല്ലേ? ഗെയിമിങ് വേണ്ടേ, ഫണ്ണ് വേണ്ടേ നമുക്ക്? നമ്മളിത് ചെയ്യാൻ പറ്റുന്ന സമയത്ത് അത് ചെയ്യുന്നതായിരിക്കും. നമ്മളുടെ ഗസ്റ്റ് അത് ചെയ്യുന്നതായിരിക്കും. പുള്ളി ടാലന്റഡ് ആണെന്നാണ് ഇച്ചിരി മുമ്പ് വരെ പറഞ്ഞത്. ഇല്ലാത്ത ടാലന്റ് ഒന്നുമില്ല പുള്ളിക്ക് എന്നാണ് പറയുന്നത്. അപ്പൊ പുള്ളി ഉറപ്പായിട്ട് ഇത് ചെയ്യേണ്ടതല്ലേ? അല്ലേ സായു? ഓഫ്കോഴ്സ് ചെയ്യേണ്ടത്. ആദ്യത്തെ അഭിപ്രായം എന്താ? പുള്ളി ചെയ്യണ്ടേ? അത് ചെയ്യണം. പറ്റുവാണെങ്കിൽ നമുക്ക് ആദ്യത്തെ കൊണ്ടും ഒരു ഹംസത്തെ ഉണ്ടാക്കണം. ആദ്യത്തെ കഴിവ് ഹൈയാണ് പുള്ളിക്ക്. വെൽക്കം ഗായ്സ്. നമ്മളിപ്പോൾ ഉള്ളത് ചെറായി ബീച്ചിലാണ്. ചെറായി ബീച്ചിനെ പറ്റി പറയാനാണെങ്കിൽ ഇത് നമ്മുടെ എറണാകുളം ജില്ലയ്ക്ക് അടുത്ത് തന്നെ ഉള്ളൊരു ബീച്ചാണ് ചെറായി ബീച്ച്. പെട്ടെന്ന് തന്നെ നമുക്ക് ഇവിടെ എത്തിപ്പെടാം. ആൻഡ് ഓൾസോ ചെറായി ബീച്ചിനെ പറ്റി കുറേ ഫേമസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. തോന്നിയതോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഡോൾഫിൻ സൈറ്റിങ്സ് കണ്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. റാൻഡംലി വി കുഡ് സീ നമുക്ക് കുറേ ഡോൾഫിൻസിനെയൊക്കെ കാണാൻ പറ്റും എന്ന് കേട്ടു. നമുക്കിന്ന് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ബിക്കോസ് ഓഫ് ദിസ് ക്ലൈമറ്റ്, ഈ മഴ. ഓക്കെ, അതുപോലെ തന്നെ സൺസൈറ്റിന് നല്ലതാണ് എന്നാണ് പറയുന്നത്. സൺബാത്ത് കൈൻഡ് ഓഫ്. പക്ഷെ ഇപ്പോൾ സൺബാത്ത് ഇല്ലല്ലോ. സണ്ണുണ്ടെങ്കിൽ ബാത്ത് ചെയ്യാൻ പറ്റും. സ്വിമ്മിങ് ഈസ് സ്ട്രോൾ ആൻഡ് പ്രൊഹിബിറ്റഡ് ഈ ഏരിയയിൽ. കാരണം പ്രൊഫാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇപ്പം ഇവിടെ അത് പറ്റില്ല. ബട്ട് ഇതിന് മുന്നേ നമ്മൾ വന്നപ്പോൾ ഇങ്ങനെ പോകണമെന്നില്ല അല്ലേ? എന്താടാ എനിക്ക് ഇങ്ങനെ ഈ കല്ലൊക്കെ വന്ന് കല്ലിലോട്ട് ഇങ്ങനെ തിരുമല വന്ന് അടിക്കുമ്പോൾ എന്താണെന്നോ തോന്നുന്നത്. എനിക്ക് പറ്റുന്ന ഓർമ്മ വരുന്നത് മറ്റേ സിനിമയാണ്, ഡാലിയ കൂടാരം വേണം. അതിനകത്തെ ആ സിനിമയ്ക്കകത്തല്ലേ ഇവിടെ ഇവര് ലാസ്റ്റ് മരിക്കുന്നത്? എന്തായിരുന്നു കടയുടെ പേര്? നീരജനല്ല. ആരാ മരിക്കുന്നത്? ഭാവന ഇങ്ങനെ വീഴുമ്പോ ഇങ്ങനെ തിരമാലയിലോട്ട് ഇങ്ങനെ അവരിങ്ങനെ ഒരു ഏരിയ വന്നായിരുന്നു സംസാരിക്കും. ലാസ്റ്റ് അപ്പം ഭാവന വീഴുന്നു. അങ്ങനെ കണ്ടു. അത് എവിടെ ഷൂട്ട് ചെയ്തത് എനിക്ക്. പക്ഷെ ഇതുപോലത്തെ നീ പോണ്ടിച്ചേരി ഷൂട്ട് ചെയ്ത സിനിമയാണ്. പക്ഷെ ഇതുപോലൊക്കെ ആയിരുന്നു അതിന്റെ. എനിക്ക് പെട്ടെന്ന് അതാ ഓർമ്മ വരുന്നത്. ഫുഡൊക്കെ ഒന്ന് ദഹിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു നടക്കാമെന്ന്. ബിക്കോസ് നമ്മുടെ കൂടുതൽ ജിമ്മനല്ലേ ഇത് പറയുമ്പോ അങ്ങനെ പൂക്കിയാവുമ്പോഴത്തേക്ക് അല്ലേ? ഇതൊന്ന് നേരെ അങ്ങ് നടന്നാൽ മതി. എവിടെ ചെല്ലുന്നറിയാവോ? വേറൊരു ബീച്ച് ചെല്ലും, കുഴിപ്പള്ളി ബീച്ച്. നൈസ് സ്ഥലമാണോ? നൈസ് സ്ഥലമാണ്. എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടോ ആ സ്ഥലം? ഇപ്പം എക്സ്പ്ലോർ ചെയ്യാനൊന്നും എനിക്കൊരു മൂടില്ല. നാളെ എക്സ്പ്ലോർ ചെയ്തല്ലോ. നാളെ സൺറൈസ് അവിടെയാന്നൊക്കെയാണ് പറയുന്നത്. നാളെ സണ്ണ് വരണേന്നാണ് എൻ്റെ പ്രാർത്ഥന. ഫസ്റ്റ് സണ്ണ് വന്നാലല്ലേ റൈസ് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്കിതൊരു
ചോദ്യങ്ങൾ നീ ആലപ്പുഴയിൽ നിന്ന് വന്നല്ലോ. കാരണം ഞാൻ പറഞ്ഞില്ലേ, കാരണം എന്താണെന്നറിയാമോ, നമ്മൾ കട്ടിലെ നിന്നിച്ച് വെള്ളത്തിലോട്ടൊക്കെ ചാടും, എന്നിട്ട് നരം പാട്ട് പാടിക്കൊണ്ടാണ് ഞാൻ അടുക്കളയിലോട്ട് പോകുന്നത് എന്നുള്ള വിചാരം ഇവിടെ നിങ്ങൾ എങ്ങനെ ഇപ്പൊ ഇവിടെ ബീച്ച് ഉണ്ടായിരുന്നു? ആദ്യം തള്ളിയെന്ന് പറഞ്ഞു. അല്ല, ഇവിടെ ബീച്ച് ഉണ്ടായിരുന്നു. നിങ്ങൾ എങ്ങനെയാണ് അവിടുന്ന് ഇവിടെ വരെ വന്നത്? ബൈ റോഡല്ലേ? ഞങ്ങൾക്കും ഇങ്ങനെയൊക്കെ തന്നെ. ആ, നമ്മുടെ ഈ ബീച്ച് ഞാൻ പറഞ്ഞ പോലെ ബ്യൂട്ടിഫുൾ ആണ്, പക്ഷെ കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്നത് എനിക്ക് സമ്മർ ടൈമിലാണ്. നിങ്ങൾ സമ്മർ ടൈമിലായിരിക്കും കൂടുതൽ വിസിറ്റ് ചെയ്യുന്നത് നല്ലത്. എന്നാലും മഴ സമയത്ത് ബീച്ചൊക്കെ വന്ന് ഇങ്ങനെ വിദൂരത്തേക്ക് നോക്കാനൊക്കെ ഓരോരുത്തർക്ക് തോന്നും. Up, up we go. Up, 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 up we go. Up, up we go. Up, 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 up. ഐസ്ക്രീമും ചായയും. ഗായ്സ്, എന്തായാലും ഇരുട്ടിയില്ലേ, നമുക്കിനി പൂളിലേക്കൊരു ചാട്ടി കൊടുക്കാം. എന്നിട്ട് നീന്താം. പക്ഷെ എനിക്ക് നീന്താൻ അറിഞ്ഞില്ല. ആർക്കെങ്കിലുമൊക്കെ നീന്തും, കരകയറണമല്ലോ. അപ്പം നമുക്ക് അതിലേക്ക് ചാടി ഭയങ്കര മഴയൊക്കെ ഉണ്ട്, എന്നാലും സ്റ്റിൽ അതൊക്കെ ഒരു ഫണ്ണല്ലേ, ഫൺ എലമെന്റ്സ് അല്ലേ, നമുക്ക് ചെയ്യാം. അഡ്വഞ്ചർ എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പം സായു തോർത്തൊക്കെ കഴുത്തൊക്കെ ഇട്ട് തൂക്കി ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് താഴെ പോയി ഗസ്റ്റൊക്കെ ചാടി കഴിഞ്ഞു. അപ്പോൾ കുളിക്കാത്തവരെല്ലാം കുളിക്കും. ബൈ, കാണാം. Running ahead of dancing rain, living a tale of time. Let's go paint a dream. തിമിംഗലമൊക്കെ വീഴത്തില്ല, നീലത്തിമിംഗലം. ഗായ്സ്, ഇത് പകല് കാണുന്നേക്കാളും നല്ല ഭംഗിയ നൈറ്റാണ്. ബിക്കോസ് ഈ ലൈറ്റ്സ് ഒക്കെ കാരണം ഉണ്ടല്ലോ, വേവ്സും ഈ ബ്ലൂ തീമും ഒക്കെ വന്നോണ്ട് നല്ല രസമുണ്ട്. We went on marching, 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 showed no signs of breaking down. We went on ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കുറെ ഫ്ലൈറ്റ്സ് ടേക്ക് ഓഫും ലാൻഡിങ്ങും ഒക്കെ ചെയ്യുന്നതാണ്. ഞാനതായിരുന്നു നോട്ട് ചെയ്തത്. എനിക്ക് തോന്നുന്നു ഇവിടെ അടുത്താണോ സായു എയർപോർട്ട്? കുറേ ഫ്ലൈറ്റ്സ് ടേക്ക് ഓഫ് ചെയ്യുന്ന കാണാം, ലാൻഡ് ചെയ്യുന്ന കാണാൻ പറ്റുന്നുണ്ട്. ഞാനിതൊക്കെ തലയിലിട്ട് ഇരിപ്പുണ്ട്, പക്ഷെ ഞാൻ ചാൻസ് കുറവാണ്. കാരണം എനിക്ക് പെട്ടെന്ന് പനി പിടിക്കുന്ന കൂട്ടത്തില്ല. അപ്പം ഇനി ഇത്തിരി മഴയൊക്കെ ഞാൻ നനഞ്ഞില്ലേ, ഇനിയിപ്പോൾ ചാടിക്കഴിഞ്ഞാൽ എനിക്കടുത്ത പനി പിടിക്കുമെന്ന് ആർക്കറിയാം. ഞാൻ ചൂടുവെള്ളമുണ്ട് ഇവിടെ ചൂടും തണുത്ത വെള്ളമുണ്ട്, അതും ഒരു അഡ്വാൻറ്റേജ് ആണ്. കാരണം ഇത് നമുക്ക് ഫീസിബിൾ ആണ് ആക്ച്വലി. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഞാൻ നോട്ട് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 4 സ്റ്റാർ 5 സ്റ്റാർ കൈൻഡ് ഓഫ് ട്രീറ്റ്മെന്റ് നമുക്ക് കിട്ടും. മൊത്തത്തിൽ ഐ എം കറന്റ് എൻജോയിങ് ദിസ്. Guys, വല്ലാത്ത ഷോട്ട് അത്. living a tale of time. Let's go paint a dream. Let's go together. Let's go paint a dream. Let's go together above the fallen trees, beyond the clouded view. ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എനിക്ക് പറയാനുള്ളത് ലേറ്റ് ആയി ഗൈസ്. രാവിലെ എണീച്ചപ്പോൾ അക്ഷയ ലേറ്റ് ഡേയ്സ്. അക്ഷയ ലേറ്റ് ആയതല്ലോ ഗൈസ്. ഇന്നലെ എല്ലാവരും ലേറ്റ് ആയിട്ടാണ് എണീച്ചത്. ഞാനൊരു 5 മണിയായപ്പോൾ എഴുന്നേറ്റ് നോക്കിയപ്പോൾ ആരും എഴുന്നേറ്റില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു അതെ, 5 മണിക്ക് എണീറ്റുള്ള ഈ ഫുഡൊക്കെ ഉണ്ടാക്കി അതും കൂടി അല്ലേ കയ്യേറി. ഞാനാണെങ്കിൽ ഉറങ്ങിപ്പോയി. ഇന്നലെ എന്തൊരു മഴ, നിങ്ങൾ കണ്ടതല്ലേ മഴ. അതിന്റെ കൂടെ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് എനിക്ക് തലവേദനയും അങ്ങനെ ഉറക്കമില്ലായ്മയൊക്കെ കൂടെ ആയിപ്പോ ഞാൻ ചില കൊടുക്കണം. ഇന്നലെ മൊത്തം നല്ലൊരു ഫണ്ണായിരുന്നു. എന്നാലും ഫണ്ണൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നൈറ്റ് ആയപ്പോൾ ഫണ്ണൊക്കെ തീർന്നു. ബാറ്ററി ഭയങ്കര ലോ ആയിരുന്നുണ്ട്. അപ്പൊ ഞാൻ കോഫിയിൽ നിന്ന് അങ്ങ് തുടങ്ങാം എന്ന് വിചാരിച്ചു. കുറച്ച് കോഫി കഴിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ചാർജ് കിട്ടിയ പോലെ കുറച്ചുകൂടെ പവർ. എനിക്ക് കോഫി ഒരു വികാരമാണ്. വേറൊരു സാധനം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് ഭാഗ്യമുണ്ട്. എന്താണോ, നല്ല കിടുക്കാച്ചി വെയിലുണ്ട് ഇന്ന്. നല്ല വെയിലത്ത് നമുക്ക് കേറി കുറെ നാളിന് ശേഷം തോന്നുന്നു ഇങ്ങനെ ഒരു വെയിൽ വന്നിരുന്നത് കേട്ടോ. മിസ് ചെയ്തു ഞാൻ സണ്ണിനെ. ഇന്നലെ രാത്രി നമ്മള് കൂടുതൽ കുറച്ചധികം സമയം സ്പെൻഡ് ചെയ്ത് തന്നെ ഉറങ്ങാൻ ലേറ്റ്. അതും നല്ലൊരു കുറച്ചുകൂടെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ ഈ വില്ലയുടെ പ്രത്യേകത. ഇവിടുന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് നെൽസ വില്ലയാണ്. വില്ലന്ന് വെള്ളിലോട്ട് നോക്കുമ്പോൾ കുറെ കായല് എല്ലാം നമുക്ക് കാണാൻ പറ്റും എന്ന് പറഞ്ഞു. പക്ഷെ ഇന്നലെ അത്രയും വിസിബിലിറ്റി ഇല്ലായിരുന്നു ബിക്കോസ് ഓഫ് റെയിൻ. പക്ഷെ ഇന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭയങ്കര രസമായിട്ടുണ്ട്. ഞാൻ മോർണിംഗ് എഴുന്നേക്കാൻ ലേറ്റായി. പക്ഷെ സായു എന്ന് ചോദിച്ചാൽ സായു നേരത്തെ എഴുന്നേറ്റിട്ട് കുറെ ഷോർട്സ് ഒക്കെ മോർണിംഗ് ഷോർട്സ് എടുത്തിട്ടുണ്ട്. അത് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും.
ഞാൻ ഇന്ന് നമുക്ക് ഫസ്റ്റ് നമ്മുടെ അജണ്ട കുഴിപ്പള്ളി ബീച്ചിൽ ഒന്ന് പോകണം. പക്ഷെ അതിന് മുന്നേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടായിരിക്കും നമ്മൾ നേരെ ചെക്കൗട്ട് ചെയ്തിട്ട് കുഴിപ്പള്ളി ബീച്ചിലേക്കായിരിക്കും പോകുന്നത്. ബ്രേക്ക്ഫാസ്റ്റിന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ടക്കറിയുണ്ട്, നല്ല ചൂട് അപ്പം എന്നിട്ട് മുട്ടക്കറിയാണ് നമുക്ക് തന്നേക്കുന്നത്. കഴിച്ചു നോക്കിയിട്ട് ഞാൻ പറയാം. കണ്ടിട്ട് എനിക്ക് നല്ല ഗുഡ് സാധനമാണെന്ന് തോന്നുന്നു. Stay tuned. Spending the night in passive pain, breathing a brotherhood, dreaming beyond the red lines, watching the shadow play. We woke up shining. ശത്രുത ഉള്ള പോലെയാണ് പുള്ളി നമ്മളോട് പെരുമാറുന്നത്. നമ്മൾ കറക്റ്റ് ഇറങ്ങാൻ നേരം തന്നെ ഒന്നാകെ പെയ്യുക. ഓക്കെ ഗായ്സ്, ഇതാണ് നമ്മുടെ സെബാസ്റ്റ്യൻ ചേട്ടൻ. എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ലൊരു ഈവനിങ് ഔട്ടിങ്ങും സംഭവം ഞങ്ങൾക്ക് ചെറായി ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാൻ സമയം കിട്ടിയില്ല. പക്ഷേ ഈ വില്ലേ വന്ന് കഴിയുമ്പോൾ അതെല്ലാം കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റി. നന്നായിട്ട് എൻജോയ് ചെയ്തു. വില്ലയുടെ അകത്താണേലും നമുക്ക് വേണ്ട ഫെസിലിറ്റീസ് എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പ്രിഫർ ചെയ്യും, ബിക്കോസ് ഇത് ഫാമിലിക്കാണെങ്കിലും അല്ലാതെ ഫ്രണ്ട്സ് ആയിട്ട് വരുന്നവർക്കാണെങ്കിലും നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു പ്ലേസ് ആണ്. താഴെയും ഒരു വില്ല 3 ബെഡ്റൂം ഉണ്ട്. ആ. മേളില് 3 ബെഡ്റൂം ഉണ്ട്. എസ്പെഷ്യലി എല്ലാ ദിവസവും ഈ ഗെയിമിംഗ് ഏരിയ ഒന്നും കാണാൻ പറ്റും. കാണാൻ പറ്റത്തില്ല. ഈ ഗെയിം പ്രൊവൈഡ് ചെയ്തത് അത് ഭയങ്കര ടൈം പാസ് ആയിരുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. 3.5 വർഷമായി സ്റ്റാർട്ട് ചെയ്തു. ആ, ഘട്ടം ഘട്ടമായിട്ടാണ് തുടങ്ങി. താഴ്ത്തായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ഞങ്ങളിങ്ങനെ ഓരോ ദിവസവും പഠിച്ചുകൊണ്ടിരിക്കുക, അതിനനുസരിച്ചുള്ള മാറ്റങ്ങളൊക്കെ വരും. ആ, ഉടനെ ക്യാമ്പ് ഫയറിന്റെ ഒരു പോർഷൻ ഞങ്ങൾ അപ്പുറത്ത് വരുന്നുണ്ട്. okay. ക്യാമ്പ് ഫയർ ആയിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട്. എന്താ എല്ലാവർക്കും എല്ലാ തരത്തിലും എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. അതെ അതെ, ഒരു പ്രീമിയം ഫെസിലിറ്റീസ് എല്ലാം ഇവിടെ ഉണ്ട്. നമ്മൾ നോക്കുമ്പോ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് നല്ലൊരു പുഴ കിട്ടി. കിട്ടി. അത് ശരിയാ, ഞാൻ ഇന്നലെ പറഞ്ഞു. കടലെന്ന് പറഞ്ഞാൽ ജസ്റ്റ് റോഡിന് ഓപ്പോസിറ്റ് കടലാണ്. ബീച്ചിന് തൊട്ടടുത്ത് മെയിൻ റോഡിൽ തന്നെ. റോഡിന്റെ ഓപ്പോസിറ്റ് ബീച്ചും ഇത് നമ്മളുടെ വൈറ്റ് റിസോർട്ട്. ഫാമിലീസ് ഒക്കെ വരുമ്പോൾ ഇവിടെ വെച്ചാണ് ഞാൻ കുക്കിങ്ങിനുള്ള അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. അവരെല്ലാവരും കൂടി അങ്ങോട്ട് ചേർന്ന് ഇവിടെ ഭയങ്കര ആഘോഷം. ഇനിവേ നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഇനി എന്തായാലും ഇവിടെ വരുമ്പോൾ ഫ്രണ്ട്സ് ആയിട്ടാണെങ്കിലും ഫാമിലി ആയിട്ടാണെങ്കിലും നമ്മൾ ഒന്നുകൂടെ അവിടെ വരുന്നതായിരിക്കും. എനിക്കൊന്നും അപ്പത്തേക്ക് ഒത്തിരി മാറ്റങ്ങൾ കിട്ടും ഞങ്ങൾ. അതെ, കാരണം മഴ ചെയ്തുകൊണ്ട് വർക്കുകൾ കുറച്ച് പെൻഡിങ് നിൽക്കുന്നുണ്ട്. മറ്റൊരു കാര്യം, ഞങ്ങളൊരു കഫേ സ്റ്റാർട്ട് ചെയ്തേക്കുന്നു. അത് കണ്ടായിരുന്നു ഞാൻ വന്നപ്പോ. അപ്പൊ ആ കഫേ മഴയും അത് കർക്കിടക മാസം കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതിൽ അതിന്റെ എല്ലാ കിച്ചണെല്ലാം റെഡി ആക്കി കഴിഞ്ഞു. ബാക്കിൽ തന്നെ സൗകര്യങ്ങൾ, എല്ലാ ഭക്ഷണം കിട്ടുന്ന രീതിയിൽ നല്ല ബുക്കിനെയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യുന്നത് മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. എന്തായാലും നമ്മൾ ഉടനെ വരുന്നതായിരുന്നു. ഇനിയും പറഞ്ഞോട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ എവറിത്തിങ്. നമുക്ക് എല്ലാ നീഡ്സും തന്നതിനും ഇതുപോലൊരു നല്ലൊരു വില്ല പ്രൊവൈഡ് ചെയ്ത് തന്നതിന് താങ്ക് യു. വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു. പോയി ടു ആസ് വെൽ. Beneath the holy sky, kept on moving, showed no signs of slow. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കുഴിപ്പള്ളി ബീച്ചിലാണ്. സന്തോഷ വാർത്ത എന്തെന്നാൽ നമുക്ക് എന്താ പറയാ, മഴയില്ലാത്തൊരു ബീച്ച് കാണാൻ പറ്റി. ഇവിടെ വന്നപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അവിടെ ഒരു കടയിൽ ഉപ്പിലിട്ട കുറേ സാധനങ്ങളുണ്ട്. ഉപ്പിലിട്ട പിന്നെ നെല്ലിക്ക, മാങ്ങ, ക്യാരറ്റ് എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഞാൻ കൊന്നു കഴിച്ച് മേടിക്കുന്നതായിരിക്കും. ഞങ്ങൾ കുറച്ച് നല്ല ഉപ്പിലിട്ടത് കഴിക്കാൻ നോക്ക്. കയറുക, അടിപൊളിതാണ്. ഓൾവേസ് ഞാൻ ഐഡിയ പ്രപ്പോസ് ചെയ്തിരിക്കുന്ന സാധനം കഴിക്കാൻ അവനത് ചെയ്തിരിക്കണം. അതെ, ഞാൻ ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടുമല്ല. അപ്പൊ ഇത് കൂടെ കൂട്ടി എത്ര കഴിച്ചപ്പോ? 150. ഓക്കെ, മാറ്റമോ Up we go, up we go, up we go, up we go. ഇപ്പോൾ ഉള്ളത് ഉൾപ്പുള്ളിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലാണ്. പക്ഷെ ഇത് ഫ്ലോട്ട് ചെയ്യുന്നില്ല എന്നുള്ളൊരു കുഴപ്പമേ ഉള്ളൂ. ബ്രിഡ്ജുണ്ട്. നമ്മൾ ഈ മഴയില്ലാത്ത ടൈമിലായിരുന്നെങ്കിൽ നമുക്ക് ഇതിലൂടെ പുഴയല്ല കടലിൻ്റെ നടുക്കൂടെ ഫ്ലോട്ട് ചെയ്ത് നടക്കാറ്. അത് നല്ലൊരു സംഭവമായിരുന്നു. അതിന് മുന്നേ വന്നപ്പോൾ ചെയ്തതായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം അതില്ല. കാരണം കടലൊക്കെ ആകെ റഫാണ്. പക്ഷേ കൊള്ളാമല്ലേ ഈ സാധനം? ഇത് കൊള്ളാം. ഇത് തീർന്നില്ലേ ഇതുവരെ? ഇത് കുറേ ആയല്ലോ. അയ്യോ, നമ്മളിപ്പോൾ വന്നു
നിൽക്കുന്നത് കുഴിപ്പള്ളി ബീച്ചിന്റെ പൈൻ ഫോറസ്റ്റിന്റെ അടുത്താണ്. ഇവിടെ നല്ല തണലും കിട്ടും, ഒരു നല്ല കൂളിംഗ് അറ്റ്മോസ്ഫിയർ ആണ്. അതെ. മൊത്തത്തില് ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാൻ പറ്റിയ ഫോട്ടോഷൂട്ട് എടുക്കാൻ പറ്റും. എല്ലാ കൈൻഡ് ഓഫ് ഫോട്ടോഷൂട്ട്സും നമുക്ക് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റും. ചെറായി ബീച്ചിൽ നിന്ന് ഒരു കാണും സായും. എന്നാലും അവിടുന്ന് ചെറായി ബീച്ചിൽ നേരെ സ്ട്രേറ്റ് ഇങ്ങനെ വന്നാൽ മതി. അവിടെ ബീച്ചാണ് ഫുള്ള്. എന്നാലും ഇതുപോലെ ഇറങ്ങാനൊന്നും പറ്റില്ല, കുറേ കടകളൊക്കെ ഉണ്ട്. വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പറ്റിയ സ്പോട്ട് വരുന്നത് ഈ കുഴിപ്പള്ളി ബീച്ചിലേ ഉള്ളൂ. അവിടെ അല്ല, അവിടെ ഇറങ്ങാൻ പറ്റുമെന്ന് തോന്നില്ല. അവിടെയൊക്കെ നമുക്ക് ദൂരെ നിന്ന് കാണാനുള്ളൊരു ഇതേ ഉള്ളൂ. ഓരോ മനുഷ്യർക്ക് ഓരോ പേരുണ്ട്. അത് ഞാൻ ആദ്യം കണ്ടു. ഇവിടെ ഓരോ മനുഷ്യക്ക് ഓരോ പേരാണ്. മഹാദേവൻ, അമ്മേ നാരായണ, അമ്മേ ഭഗവതി, അങ്ങനത്തെ കുറെ പേരുണ്ട്. നീ ഒരു വഞ്ചി അതിന് എന്ത് പേരുണ്ട്? എനിക്കിങ്ങനെ പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. നീ എന്തരിക്കണം? എന്നാൽ നിന്റെ ഒരു അർജുൻ റെഡ്ഡി ഫോം വെച്ച് നീ എന്ത് ഇടും? എന്ത് പറയാൻ? പറ യു ക്യാൻ. ഞാൻ ലിയോന്ന് വിളിക്കും. ലിയോൺ. ഞാൻ ആർക്കും പറ്റാത്ത, ഇടാൻ പറ്റാത്ത ടൈപ്പ് പേര് ഞാൻ എടുക്കും. എനിക്ക് മാത്രം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂണീക്ക് കാര്യങ്ങൾ, എല്ലാം യൂണീക്ക് ആയിരിക്കണം. ഞാൻ അച്ചൂസ് ചുട്ടുപണിന്നിടും. എന്താ ഏതെങ്കിലും വഞ്ചിക്ക് അങ്ങനെ ഒരു പേര് ഇട്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ എല്ലാവരും ഇങ്ങനെ നോട്ട് ചെയ്തു, അതോ വരുന്ന അച്ചൂസ് ചുട്ടുപണി ദോ വരുന്നെന്ന് പറയും. എല്ലാത്തൊരു ജീവിതം. ആ വഞ്ചിക്ക് മീൻ കിട്ടും, അതിന്റെ അപ്പുറം കിട്ടും. അഥവാ മീൻ കിട്ടിയാൽ ഞാനൊരു പൂച്ചയെ കൂടെ കൊണ്ടുപോകും വള്ളത്തിൽ. പൂച്ചക്കിട്ട് ഇങ്ങനെ പിടിക്കും പൂച്ച. മഹാദേവനോ? ഗൈസ്, സമയമായി ഗൈസ്, നമ്മളുടെ ഷോ വൈൻഡ് അപ്പ് ചെയ്യാം. എന്തായാലും ലെറ്റ്സ് ട്രാവൽ ടു ചെറായി ഇവിടെ കഴിഞ്ഞു. ഫുൾ ഫണ്ണായിരുന്നു. ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ഇറ്റ് ആസ് വെൽ. നമ്മൾ സൂം ഇതുപോലൊരു കൂൾ ഡെസ്റ്റിനേഷൻ ആയിട്ട് ഉടനടി വരുന്നതായിരിക്കും. ആൻഡിൽ ദെൻ, ഞാൻ അക്ഷയ, എൻ്റെ കൂടെ സോ ആദിത്യ ആൻഡ് സായു സൈനിങ് ഔട്ട്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, അതുപോലെ ട്രാവൽ ചെയ്യുമ്പോൾ സേഫ് ആയിട്ട് ഇരിക്കേണ്ടതാണ്. എന്തായാലും നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. ബൈ 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 ബൈ. Up we go. Up,